ഗൈസ് വെയിലടിച്ച് നല്ല കറുത്ത് കരിവാളിച്ചിരിക്കുന്ന കാലിലെ ടാനൊക്കെ റിമൂവ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാണ്. ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടാൻ റിമൂവലിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഞാൻ ടാൻ റിമൂവലിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാലിലൊക്കെ ഉണ്ടാകുന്ന ടാൻ എങ്ങനെ മാറ്റാമെന്നാണ്. ഇതുവരെ ഞാൻ പറഞ്ഞ ഫുൾ ബോഡിയിലിട്ട ടാൻ എങ്ങനെ മാറ്റാമെന്നൊക്കെയാണ്. പക്ഷെ നമ്മൾക്കിപ്പോൾ മുഖത്ത് ടാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിലും അതുപോലെ തന്നെ കാലിലുമാണ് ടാൻ ഉള്ളത് എങ്കിൽ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാക്കാണ്. ഈ പാക്ക് എന്ന് പറഞ്ഞാൽ ഫേസിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. കയ്യിൽ അപ്ലൈ ചെയ്യാൻ, നമുക്ക് കാലിലും അപ്ലൈ ചെയ്യാം, അല്ലാതെ ഫേസിൽ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു സിമ്പിൾ ടാൻ മാറ്റാനുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ കാലിൽ നമ്മൾ ഈ ചെരുപ്പൊക്കെ ഇടുന്ന സമയത്ത് വെയിലടിച്ച് ആ ഒരു ചെരുപ്പിൻ്റെ പാട് മാത്രം ഇങ്ങനെ കാണുന്നൊരവസ്ഥ വരാറില്ലേ? ആ ഒരു പാടിങ്ങനെ മാത്രം, ആ ഒരു ഭാഗം മാത്രം വെളുത്തിരിക്കുക, ബാക്കി ഫുൾ ഇങ്ങനെ ടാൻ വന്ന് കറക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടാൻ നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് പറയുന്നത് സിമ്പിൾ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ഇന്ന് എൻ്റെ റൂമിൽ ലൈറ്റ് ഇല്ല, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം വരും. മുന്നേ വീഡിയോസൊക്കെ നല്ല വെട്ടത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇച്ചിരി ഒന്ന് സഹിക്കുക. ആകെ മൂജിയ ദിവസമായിരുന്നു ഇന്ന്. എൻ്റെ ഫ്ലാഷ് അതടിച്ചു പോയി. അടുത്ത് റൂമിൽ വെട്ടം നോക്കിയാൽ റൂമിൽ ട്യൂബിൽ ലൈറ്റ് കത്തുന്നില്ല, അതും അടിച്ചു പോയി. അങ്ങനെ മൊത്തത്തിൽ എല്ലാം അടിച്ചു പോയൊരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ആകെ ഒരുമാരത്തെ ഒരു ദിവസം ഇന്ന്. എൻ്റെ എല്ലാം എന്താ മൂജിയ ദിവസമാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുത്താലേ പറ്റൂ. നമുക്ക് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്തായാലും എങ്ങനെയായിരുന്നാലും ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ജസ്റ്റ് ഫോണിൻ്റെ ഒരു ചെറിയൊരു ഫ്ലാഷിൻ്റെ വെട്ടത്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. റൂമിലൊന്നും വെട്ടമില്ല. ആക്ച്വലി എനിക്ക് ഇരുട്ടായാൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനും പറ്റുള്ളൂ. പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ ഒരു നിവർത്തിയില്ല. റിംഗ് ലൈറ്റ് ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ഫോണിലെ ചെറിയൊരു സംഭവത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ റൂമിൻ്റെ വെട്ടവും ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ക്ലാരിറ്റി അങ്ങേ അറ്റത്തെ അവസ്ഥയായിരിക്കും. റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പോയി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. റിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരു ഫോൺ വെക്കാൻ പറ്റുള്ളൂ. മറ്റേതാണെങ്കിൽ ഫോണൊന്നും വെക്കാൻ പറ്റില്ല അല്ലേ? എവിടെയെങ്കിലും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പോലും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ നോക്കി വെളിയിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാമെന്നൊക്കെ. പക്ഷേ അതും പറ്റില്ല. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഈ വെട്ടം വിടുന്നു കഴിഞ്ഞാൽ, അത് രാവിലെ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നല്ല വെളിച്ചമായിരിക്കും. അപ്പോൾ എന്നെ കാണാൻ പറ്റില്ല. ബാക്കിൽ നല്ല വെട്ടം ഇങ്ങനെ പ്ലച്ചനടിക്കും. പണ്ട് വീഡിയോസൊക്കെ ഞാൻ അതാണ് എടുത്തത്. അപ്പോൾ ക്ലാരിറ്റി ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഇത് ക്ലാരിറ്റി കുറവാണ്, അപ്പോൾ നീ കുറച്ചും കൂടെ ക്ലാരിറ്റിയിലൊക്കെ എടുക്കണം, ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വെട്ടം കാണുന്നുണ്ട്, അപ്പോൾ നിൻ്റെ ഫേസ് അത്ര ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ആണല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ രാത്രി സമയത്താണ് വീഡിയോസ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ബേക്കിൽ വെട്ടം ഇങ്ങനെ കാണില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പൈസയൊക്കെ കിട്ടിയിട്ട് വേണം റിംഗ് ലൈറ്റ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പൈസയൊക്കെ കിട്ടിയിട്ട് വേണം എനിക്കൊരു റിംഗ് ലൈറ്റ് വന്നിട്ട് ഒരു സ്വസ്ഥമാവാം. മറ്റേതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ അത് ശരിയാവില്ല, മറ്റേ ശരിയാവില്ല, അങ്ങനെ ശരിയാവില്ല, ഇങ്ങനെ ശരിയാവില്ല. അപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ചും കൂടെ വെട്ടം കുറവ്, ലൈറ്റും കത്തുന്നില്ല, ആകെ പോയ ദിവസമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സഹിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി ടാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ടാൻ ഉണ്ടാക്കുന്നതല്ല, ടാൻ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ നോക്കാം. ആകെ പോയ ദിവസമാണ്. അപ്പോൾ എൻ്റെ മൈൻഡൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, ഒന്നുമില്ല, ഓൾ ക്ലിയർ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ടാൻ റിമൂവ് ചെയ്യുന്ന ക്രീം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. പിന്നെ എൻ്റെ ഫോണിലാണെങ്കിലേ എപ്പോഴുള്ള പ്രശ്നമാണ്, കുറച്ച് വീഡിയോ എടുക്കുമ്പോൾ എക്സസ് ടെമ്പറേച്ചർ, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കും. എനിക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മളിങ്ങനെ പാക്കൊക്കെ ഇട്ടിട്ട് ഈ ഫേസിൽ ഇങ്ങനെ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്തായിരിക്കും ഫ്ലാഷ് ഓഫ് ആവുന്നത്. ഫ്ലാഷ് ഓഫ് ആയി കഴിഞ്ഞാൽ മറ്റേ ഇരുട്ടത്തെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് വഴിച്ചിറങ്ങില്ല, അമ്മാതിരി ഇരിക്കും. ആ സമയത്ത് ഇങ്ങനെ പാക്ക് ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണക്കിയൊക്കെ എടുത്തിട്ട് വെള്ളം വെച്ച് തേച്ചിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തിരിക്കുമ്പോൾ പകുതി വെച്ചിട്ട് എക്സസ് ടെമ്പറേച്ചർ, യുവർ ക്യാമറ ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുക. എൻ്റെ പൊന്നോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ദേഷ്യം അങ്ങ് വരും. നമ്മളിങ്ങനെ പാക്കൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് തേച്ചെത്തി ഉണക്കിയൊക്കെ എടുക്കുന്നത്. ആ ഒരു സമയത്ത് ഫ്ലാഷും ഓഫായി, ക്യാമറയും ഓഫായി, എല്ലാം കൂടെ ഓഫാകുമ്പോൾ അങ്ങ് ഭ്രാന്ത് പിടിച്ചങ്ങ് ഇങ്ങനെ ദേഷ്യം അങ്ങ് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ സഹിച്ചാണ്. എല്ലാ യൂട്യൂബേഴ്സും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഭയങ്കര ക്ഷമ വേണം കേട്ടോ. ഇങ്ങനെ ക്ഷമിച്ചാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ചുമ്മാ ഒരു പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ള പുളിയാണ് 3 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഞകടി പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതിൽ തന്നെ ഇട്ടേക്കണം. ഞങ്ങളുടെ പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചേക്കണം. രാത്രി സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുക്കാം. അത് മാക്സിമം നമുക്കൊരു 5 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കണം. 5 മണിക്കൂറെങ്കിലും വേണം കേട്ടോ, നന്നായിട്ട് സോക്ക് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പുളി ഇച്ചിരി കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിലുണ്ടാവുന്ന മാറ്റം നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ എസെൻസും അതുപോലെ തന്നെ ആ പുളിയുടെ എല്ലാ അംശവും ഇളവി വന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു എസെൻസൊക്കെ ഇളവി വന്ന് അതിൻ്റെ ആ ഒരു പൊടിയുണ്ടല്ലോ, പൊടിയൊക്കെ നന്നായിട്ട് ഇളവി വരും. പിന്നെ അത് മാത്രമല്ല ഇതിലേക്ക് ബാക്കി അതിൻ്റെ വേസ്റ്റ് പോലെ കാണും, അത് നമ്മൾ പുറത്തെടുത്ത് കളയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഒരു വേസ്റ്റ് പോലത്തെ ഒരു സംഭവം നമ്മൾ പുളി തിന്നതിന് ശേഷം കാണില്ല, അത് നമ്മൾ ഞവടി പിഴിഞ്ഞ് ഒന്നിൽ നിങ്ങൾക്ക് അതിനെ അരിച്ചെടുത്തിട്ട് നമുക്ക് ആ വേസ്റ്റിനെ എടുത്ത് കളയാം. ഇത് അരിച്ചെടുത്തില്ല ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണം, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ഒരിക്കലും നിങ്ങൾ ഫേസിൽ അതുപോലെ പ്രൈവറ്റ് പാർട്ട് അണ്ടർ ആംസിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കയ്യിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ അണ്ടർ ആംസിൽ യൂസ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ കാലിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാലിൽ അപ്ലൈ ചെയ്താൽ പ്രൈവറ്റ് പാർട്ടിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുളി ഫേസിൽ തേക്കുന്നവരുണ്ട്, പക്ഷേ മിക്ക സ്കിന്നിനും അത് ഭയങ്കര ഇറിറ്റേഷൻസ് നൽകുന്നൊരു സംഭവമാണ്. മിക്ക സ്കിന്നിനും അതെന്താ ചേരാറില്ല, അത് സ്യൂട്ടബിൾ അല്ല മിക്ക സ്കിന്നിനും. അപ്പോൾ ഞാനിപ്പോൾ പറയാം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക, എനിക്കിപ്പോൾ സ്യൂട്ടബിൾ ആണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാണ് നിങ്ങളത് അപ്ലൈ ചെയ്തോന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് യോജിക്കുന്ന കാര്യമല്ല. പിന്നെ എത്രത്തോളം ആസിഡിൻ്റെ അംശമുള്ള സംഭവം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് അല്ലാതെ ആസിഡിൻ്റെ അംശം കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എസെൻസ് അതിൽ എപ്പോഴും കാണും. അപ്പോൾ ആസിഡ് ചേരുന്നതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ കാലിലോ കയ്യിലോ മാത്രമല്ലാതെ നിങ്ങളുടെ അണ്ടർ ആംസിലോ പ്രൈവറ്റ് പാർട്ടിലോ മുഖത്തോ കഴുത്തിലോ ഒന്നും അപ്ലൈ ചെയ്യരുത്. ചെവി, കഴുത്ത്, അതുപോലെ പുറം ഭാഗം, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് സൈഡ്, ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാലിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, എൻ്റെ കാലിൽ ടാനടിച്ച് പണ്ടാരം അടങ്ങി ഇരിക്കുകയായിരുന്നു. ഇത് കുറേ നാൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതാണ് ഇതാ ഈ കാലിങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഇതിനേക്കാളും ടാനിൻ്റെ കാലിലുണ്ടായിരുന്നു. ഇതിനെക്കാലം വെച്ചാൽ കാലിലും കയ്യിലും, അതായത് കാലിലാണ് ഏറ്റവും കൂടുതൽ ടാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചെരുപ്പൊക്കെ എൻ്റെത് ഷൂ അല്ലായിരുന്നു, നോർമൽ ചെരുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലിൽ ആ ഒരു അതിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, കാലിൽ ആ പാടും. അതേപോലെ പിന്നെ ഞാൻ ഷൂ ഇട്ട് തുടങ്ങി. ഷൂ ഇടുന്ന സമയത്ത് നമ്മുടെ ഫുൾ ചെരുപ്പ് നല്ല കവർ ചെയ്തിരിക്കും. അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ നൽകും. പിന്നെ സൺസ്ക്രീനും യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ടാൻ നന്നായിട്ട് റിമൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പുറത്ത് നല്ല വെയിലടിക്കുന്ന എപ്പോഴും പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാല് ഫുൾ കവർ ചെയ്യുന്ന ഷൂ ടൈപ്പ് എന്തെങ്കിലും ചെരുപ്പ് യൂസ് ചെയ്യാൻ നോക്കുക. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല 200-500 രൂപയ്ക്കൊക്കെ കിട്ടുന്ന നല്ല ചെരുപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെരുപ്പ് യൂസ് ചെയ്യുക, ഷൂ പോലത്തെ എന്തെങ്കിലും. പിന്നെ നിങ്ങൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. നിങ്ങൾ മുഖത്ത് മാത്രമല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട, കയ്യിലും അതുപോലെ കാലിലും അപ്ലൈ ചെയ്യുക. ഇപ്പോൾ കയ്യിലും കാലിലൊന്നും അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പൈസയില്ല, സ്സൺസ്ക്രീനൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര പൈസയാണെന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ കാല് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കൈയൊന്നും വെയിലടിക്കാതെ ശ്രദ്ധിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ ഈ ഫ്ലാഷിൻ്റെ ഭയങ്കര വെട്ടം കാരണം ഞാനിപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വെട്ടം തോന്നുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ബ്രൈറ്റ്നസ് തോന്നുന്നു, ഇത്രയും ബ്രൈറ്റ്നസ് സത്യം പറഞ്ഞാൽ ഇല്ല. ഇതിപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാക്കിൻ്റെ വെട്ടമാണ്. പക്ഷെ അത് എൻ്റെ അപ്പുറത്തെ കാലെന്ന് പറയുന്നത് ഭയങ്കര ടാൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഭയങ്കര ബ്രൈറ്റ്നസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഫസ്റ്റ് യൂസിൽ ഇത്രയും ബ്രൈറ്റ്നസ് വരില്ല എന്ന് ഏത് പൊട്ടനും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഭയങ്കര വെട്ടമായിപ്പോയി, ഭയങ്കര ഫ്ലാഷിൻ്റെ വെട്ടമായിപ്പോയി. അതാണ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ റൂമിൽ വെട്ടമില്ല, ആകെ വെട്ടമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഫ്ലാഷിൻ്റെ വെട്ടത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഒരു കളർ എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീഡിയോ എടുത്ത് കുറച്ചിങ്ങനെ ദൂരോട്ട് ക്യാമറ വെച്ചപ്പോൾ ഏകദേശം ഒരു ഇത് കിട്ടിയിട്ട് ചെറിയ ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ. ഇല്ല ഇപ്പം ഈ വെളിയിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്, കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കിട്ടും. അത് കുറച്ചും കൂടെ രാത്രി ആയിപ്പോയി, അതുകൊണ്ട് വലുതായിട്ട് കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും ഇത് ഇട്ട് നോക്കണം.
അപ്പോൾ ഇന്നത്തെ ക്രീമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. മുഖത്ത് തേക്കരുത്, കയ്യിലും കാലിലും മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യുക. ഏകദേശം ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്ത കാര്യമാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി പരിപാടികളൊന്നും കാണിക്കില്ല. അപ്പോൾ അറിയാന്നുള്ള കാര്യമാണെങ്കിൽ അപ്പം തന്നെ ചെയ്യും. അല്ലാത്തതാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.